കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോയാബീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇത് വെജിറ്റേറിയൻസിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണല്ലേ, എന്നാൽ നോൺ വെജുകാർക്കും അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. റോസ്റ്റൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും, എന്നാൽ ഇത് സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് സോയ ഫ്രൈ ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെക്കണം കേട്ടോ. ഇനി സോയ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള സോയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുങ്ങിയിട്ട് കുറച്ച് സമയം കിടക്കട്ടെ. അതൊന്ന് കുതിർന്ന് വീർത്ത് വരും. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ചെറുതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കുതിർന്ന് വീർത്ത് വന്നു. ഇനി ചെയ്യേണ്ടത് അത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. വെള്ളം ചൂടാറിയിട്ടുണ്ട്. സോയയിലൊരു ഓയിലുണ്ടാവും, അത് നമുക്ക് നന്നായിട്ട് കഴുകി കളയണം കേട്ടോ. 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി ഞെക്കി വെള്ളം വാരാനായിട്ട് വെക്കണം. എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് അളവിന്. ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. എന്നാൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറൊന്നും ഉണ്ടാവില്ലെങ്കിൽ അത് തന്നെ ചേർത്താലും മതി. കുറച്ച് മല്ലിപ്പൊടിയാണ്, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തത്. നോൺ വെജുകാരുടെ ടേസ്റ്റൊക്കെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്താൽ ആ ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. ഇത്രയും ചേർത്തു. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്, കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അതിനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. ആ ഫ്ലേവറൊക്കെ കിട്ടണം കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ, അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. ഇനി ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതിൽ കുറച്ച് ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമുണ്ടാവില്ല. നമ്മൾ സോയ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതല്ലേ. എത്ര ഞെക്കി പിഴിഞ്ഞെടുത്താലും സോയാബീൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കാണും കേട്ടോ. ഈ പൊടിയൊക്കെ ഈ സമയം അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കൈവച്ച് ഉടയാതെ നന്നായിട്ടതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ചേർത്ത പൊടികളെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസും ചേർത്തതല്ലേ, പെട്ടെന്ന് തന്നെ നന്നായിട്ട് സോയയിലേക്ക് എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ടാവും. ഈ സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ഫ്രൈ പാൻ ആയത് കാരണം ഇതിലേക്ക് കുറേ ഇടാൻ പറ്റി. കുഴിഞ്ഞ പാത്രത്തിലാവുമ്പം ചിലപ്പോൾ ഒട്ടി പിടിച്ചാലോ. ഇതേപോലെ പരന്ന ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചിരുന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഫ്രൈ ആയിട്ട് വന്നിട്ടില്ല, ക്രിസ്പി ആയിട്ട് വരട്ടെ. കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി കേട്ടോ. അത് നമുക്ക് ഇളക്കി ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഒരു ശബ്ദം വരൂലേ ഫ്രൈ ചെയ്യുന്നേ, അപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ കൂടുതൽ ഫ്രൈ വേണ്ടവർക്ക് അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് വറുത്ത് കോരി എടുക്കാം. ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് വറുത്ത് കോരി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നോക്കൂ. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും.